ഗ്രൂപ്പ് അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമസ്കാരം. അവബോധാവസ്ഥയിലുള്ള ഒരു കൂട്ടം ആളുകളുടെ കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഹാൻസിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമകളായി സ്വയം ബോധം വരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഇങ്ങനത്തെ കാലത്ത് പൗരന്മാരുടെ സുരക്ഷാ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സെന്റ് തെരേസാസ് ഹൈസ്കൂളിലെ ലിറ്റിൽ ഗൈഡ്സ് ക്ലബിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു മിനി സെക്യൂരിറ്റി സിസ്റ്റം. നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ബേസിക്കായ ഇലക്ട്രോണിക്സ് വെച്ചിട്ടും എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അൾട്രാസോണിക് സെൻസർ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സെൻസറിന് മുമ്പിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചലനം സെൻസ് ചെയ്യുന്ന സമയത്ത് അലാറം അടിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ആൾപ്രവേശനം ഇല്ലാത്ത അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെങ്കിലും അതിക്രമിച്ച് കയറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അലാറം അടിക്കുന്നതാണ്. ഇത് തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത് വലിയൊരു രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബസ്സറിന് വരാൻ വലിയ സൈറനായിട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും മൊബൈലുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ വലിയൊരു രീതിയിലേക്ക് നമുക്ക് ഇത് ചെറിയൊരു കമ്പോണന്റ് വെച്ച് നമുക്ക് മോഡിഫൈ ചെയ്ത് എത്തിക്കാവുന്നതാണ്. ഇത് ആർഡിനോ ആണ് ഇതിന്റെ മെയിൻ കമ്പോണന്റ്. ഇത് പ്രോഗ്രാം ചെയ്താക്കുന്ന ആർഡിനോ വെച്ചാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആർഡിനോ IDE എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ അകത്ത് പ്രധാന കമ്പോണൻസ് ആയിട്ട് വരുന്നത് അൾട്രാസോണിക്, ബസർ, LED, പിന്നെ കുറേ ജമ്പർ വയർ എന്നിവയാണ്. ഇതിൻ്റെ അകത്ത് പ്രധാന ആയിട്ട് ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സെൻസറും ഈ ആർഡിനോ ആണ്. താങ്ക് യു. ഞങ്ങൾ അവതരിപ്പിച്ച ലിറ്റിൽ ഗൈഡ്സ് ക്ലബിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച മിനി സെക്യൂരിറ്റി സിസ്റ്റം ഞങ്ങൾ അതിന്റെ പ്രസന്റേഷൻ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ഈ പറയുന്ന ടെക്നോളജിയിൽ ഈ ഒരു നല്ല പ്രാഗൽഭ്യം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി വളരെയധികം സുരക്ഷിതമാണ്. കാര്യം നിങ്ങൾക്ക് നല്ല ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ സ്വപ്നം എന്താണോ, അതിനുവേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുക. അതിനിടയ്ക്ക് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങൾ പഠിക്കാനുള്ള സമയം നല്ലോണം പഠിക്കണം. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പറയുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. നല്ല രീതിയിൽ ഗൃഹപാഠം ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു ടേസ്റ്റ്, നിങ്ങളായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള നിങ്ങളുടെ ടേസ്റ്റിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ പരമാവധി പിന്തുണ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏറ്റവും പിന്തുണ കിട്ടുന്നത് ഈ രണ്ടിടത്തായിരിക്കും. ഈ രണ്ടിടത്തുനിന്നും നിങ്ങൾ പരമാവധി നിങ്ങളുടെ പിന്തുണ നേടിയെടുക്കണം. ആ പിന്തുണ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എപ്പോഴും നല്ല സ്റ്റുഡൻസ് ആയിരിക്കണം. നല്ല രീതിയിൽ മുതിർന്നവരെ ബഹുമാനിക്കുകയും ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയും എല്ലാം നല്ല അനുസരണശീലം എല്ലാം ഉള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം പിന്തുടരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു ദുശ്ശീലങ്ങളിലേക്ക് പോകാതെ വളരെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഹൈറ്റ്സിലേക്ക് എത്തുക. നല്ല ഹൈറ്റ്സിലേക്ക് എത്തി നിങ്ങൾ പഠിച്ച സ്കൂളിനും നിങ്ങളുടെ വീട്ടുകാർക്കും ഈ നാടിനും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിമാനിക്കാവുന്ന കുട്ടികളായി മാറണം. അതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ഓക്കെ. ടെക്നോളജി ഉപയോഗിക്കുന്ന വെച്ചാൽ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങൾക്കും ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലർ ഈ പറയുന്ന ചിലപ്പോൾ ഇപ്പോൾ CCTV ക്യാമറ ഉപയോഗിച്ച് പല അപകടങ്ങളും പല കുറ്റകൃത്യങ്ങളും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ചില കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളും വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടെക്നോളജി ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ചില നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് തന്നെ ചില ഇൻസിഡൻസ് ഒക്കെ പെട്ടെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്താൽ അത് നമുക്ക് വീണ്ടും കണ്ട് ചിലപ്പോൾ തമാശയ്ക്കായിരിക്കാം, രസിക്കാനായിരിക്കാം, തെളിവിലേക്കായിരിക്കാം, പല കാര്യങ്ങളും. ടെക്നോളജി ഒരിക്കലും മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. നമ്മുടെ ഉയർച്ചയ്ക്കും മറ്റുള്ള ആൾക്കാർക്കും നല്ല വിധത്തിൽ വരുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഓക്കെ, ശരി.